സജീന നിങ്ങളെ പറ്റി മോശമായിട്ട് സംസാരിച്ചു. തുണി പൊക്കിയാണ് വീഡിയോസ് ചെയ്യുന്നത്, കാല് പൊക്കിയുള്ള വീഡിയോസ് ചെയ്യുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊരു ഹൈപ്പും ഇല്ല, നിങ്ങൾക്കൊരു വിലയുമില്ല എന്ന് പറഞ്ഞു. ആണോ? അവളാണോ എൻ്റെ വില തീരുമാനിക്കുന്നത്? സജീനയാണോ എൻ്റെ വില തീരുമാനിക്കുന്നത്? എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയ ഹൈപ്പ് കിട്ടണമെന്നോ അതിനകത്തെ ആൾക്കാർ മൊത്തം എൻ്റെ തലയിൽ ചുമന്ന് നടക്കണമെന്നോ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ചെന്ന് പറഞ്ഞേക്ക് കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ടിനോട് ചെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെടുത്ത് തലയിൽ വെക്കുമെന്ന് കരുതി എല്ലാ നിമിഷ ബിജോ ജീവിക്കുന്നത്. ഓക്കെ. എനിക്ക് റെസ്പെക്റ്റ് തരേണ്ട ആരാന്നറിയാമോ? എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മക്കള്. ഇവരാണ് എനിക്ക് വാല്യൂ തരേണ്ട ആൾക്കാർ. അവരെനിക്ക് വാല്യൂ തരുന്നുണ്ട്. അല്ലാതെ നാട്ടുകാർ എന്നെ എടുത്ത് തലയിൽ വെക്കുമെന്ന് വിചാരിച്ച് നിമിഷ ബിജോ ജീവിക്കാറില്ല. ജീവിച്ചിട്ടുമില്ല, ഇനി ഒട്ട് ജീവിക്കാനും പോകുന്നില്ല. ഓക്കെ. ഒന്ന് ചെന്ന് പറഞ്ഞോളൂ ട്ടോ. വേറെന്തെങ്കിലും? ഞാൻ കാല് പൊക്കുന്ന വീഡിയോ ചെയ്ത് എനിക്കത് എൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ഞാൻ കാല് പൊക്കുന്നത്. അല്ലേ? അല്ലെ കാല് പൊക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ആരെങ്കിലും കാല് പൊക്കൂടി? ഈ 2 ഡെലിവറിയും കഴിഞ്ഞ് കൊച്ചു +2 പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ട് പിള്ളേർ അമ്മയായി ഞാൻ കാല് പൊക്കി വീഡിയോ ചെയ്യുന്നെങ്കിൽ എൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. അതിനൊന്നും വയ്യാതെ നടുവേദന ഇരിക്കുന്ന ആൾക്കാരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഓക്കെ. എനിക്ക് ഇമാതിരി ഈ നാറിയ ചീഞ്ഞ കേസ്, ഈ നാറിയ ആൾക്കാരെയും നാറിയ ചീഞ്ഞ കേസ് സംസാരിക്കാൻ താല്പര്യമില്ല. നാറ്റക്കേസ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ എല്ലാം തികഞ്ഞവരാ. ഈ പറയുന്ന ആൾക്കാരെ പറ്റിയൊക്കെ നമുക്കും അറിയാം ചിലതൊക്കെ. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങി കണ്ട വഴി ഓടേണ്ടി വരും. അത് കാരണം കൊണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്ക് ഈ നാറ്റക്കേസ് ഒന്നും എടുക്കാൻ